ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ കെടുത്തിക്കളയുന്നവരാകരുത്. ആമേൻ. ഒരാഴ്ചയെ നിന്റെ മുൻപിലുള്ളൂ, അത് വേഗത്തിൽ തീർന്നു പോകും. അടുത്ത സഭായോഗത്തിന് നാം ഉണ്ടോ എന്ന് നാം അറിയുന്നില്ല. അടുത്ത വർഷം ഇതേ സമയം നാം ഉണ്ടോ എന്ന് അറിയുന്നില്ല. അടുത്ത പ്രഭാതം നമുക്കുണ്ടോ എന്ന് നാം അറിയുന്നില്ല. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ നമ്മുടെ പ്രാണപ്രിയന്റെ വരവ്. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ നാം ഈ ഭൂമിയിൽ കാണുകയുള്ളൂ. എന്നാൽ വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടം കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചിരിക്കുമ്പോൾ ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാനായി ആമേൻ കാഴ്ചപ്പാടുള്ള ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. അനുവായ പൊട്ടി കുടല് പുറത്തു വരുവാനിടയായിരുന്നു. വളരെ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് യൂദ തകർന്നു പോകുന്ന ചിത്രം നാം കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, 12 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. പക്ഷേ 11 പേർ സമ്മതരായപ്പോൾ ഒരുവൻ സമ്മതനാകാതെ പോയി. തിരുവചനത്തിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വാക്യങ്ങളൊന്നും എടുക്കണ്ട, വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് 1-2 ഭാഗങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഇസ്രായേലിന്റെ ഒന്നാമത്തെ പ്രഭുവായി ദൈവം അഭിഷേകം ചെയ്ത് വേർതിരിച്ച വ്യക്തിയാണ് ശൗൽ. എന്നാൽ പിന്നത്തേതിൽ ഗിൽഗോവ പർവ്വതത്തിൽ ഒരു നിഹിതനെ പോലെ അവൻ പട്ടുപോയി. അപ്പന്റെ കഴുതകളെ തേടി ഇറങ്ങിയവൻ പ്രവാചകന്റെ അടുത്ത് ചെന്നപ്പോൾ നഷ്ടപ്പെട്ട കഴുതകൾ വീട്ടിലെത്തുകയും ഇവനെ പ്രവാചകന്റെ അടുത്ത് എത്തിക്കുവാൻ ദൈവം ഒരുക്കിയ മുഖാന്തരമായിരുന്നു അത്. അന്ന് പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്ത് വേർതിരിച്ചു. ജനം ചോദിച്ചു, ശൗലും പ്രവാചകന്മാരുടെ ഗണത്തിലോ? ആ നിലകളിൽ ശ്രേഷ്ഠമേറിയ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം ശൗലിനെ അഭിഷേകം ചെയ്ത് വേർതിരിച്ചപ്പോൾ പ്രാപിച്ച അഭിഷേകത്തിന്റെ നില അവന് സൂക്ഷിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട്, അതിൻ്റെതായ ശ്രേഷ്ഠത പരിപാവനത സൂക്ഷിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ഒരു നിഹിതനെ പോലെ ഗിൽഗോവ പർവ്വതത്തിൽ പട്ടുപോയി. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ, സ്നാനപ്പെട്ടതുകൊണ്ടോ, അഭിഷേകം പ്രാപിച്ചതുകൊണ്ടോ ആമേൻ നിത്യതയിലെത്താമെന്ന് വ്യാമോഹിക്കരുത്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ജയജീവിതം ചെയ്യുന്ന ദൈവമക്കളെ ചേർക്കുവാനാ കർത്താവ് വേഗം വരുന്നത്. ആ പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ ശൗല് സമ്മതനാകാതെ പോകാനുള്ള ഒരു പ്രധാന കാരണം ഇസ്രായേൽ കന്യകമാര് പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഈ പാട്ട് കേട്ടപ്പോ ശൗലിന്റെ അകത്ത് കയറിയ ആത്മാവ് അസൂയയുടെ ആത്മാവ്. ഈ ശൗലിന് 1000 പേരെ കൊല്ലാൻ കഴിഞ്ഞുള്ളല്ലോ, അല്ലെങ്കിൽ ദാവീദ് 10,000 പേരെ കൊന്നല്ലോ. ഇതൊന്നും അല്ല ശൗലിന്റെ വിഷയം. പിന്നെയോ ആമേൻ, തനിക്ക് അല്പമേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള ദുഃഖമല്ല അവന്റെ ഭാരം. പിന്നെയോ ദാവീദ് അധികം ചെയ്തു എന്നുള്ള ദുഃഖമാണ്. നമുക്കങ്ങനെയാ. നമ്മുടെ സുവിശേഷം പറഞ്ഞില്ലേലും വലിയ ദുഃഖമൊന്നുമില്ല. ആരെങ്കിലും പറയുന്ന കാണുമ്പോഴാണ് നമുക്ക് ദുഃഖം. ദൈവത്തിന്റെ വൈദ്യല് ഇന്ന് രാത്രി നിന്നാലാവോളം കർത്താവിന്റെ വേലയ്ക്ക് ഒരു ചുമൽ കൊടുക്കുകയും മറ്റുള്ളവർ ആ വേല ചെയ്യുമ്പോൾ ഹൃദയപൂർവ്വം അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നമുക്ക് അവരെ പോലെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോകുന്നവരെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനും അവർക്ക് കൈത്താങ്ങൽ കൊടുക്കാനുള്ള ഒരു വിവേകമുള്ള ഒരു ഹൃദയം ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് ഇസ്രായേൽ കന്യകമാര് പാടിയപ്പോൾ ശൗലിന്റെ ഉള്ളിൽ ദുരാത്മാവ് കടക്കാൻ കാരണം അവനിൽ അസൂയ ജനിച്ചത്. അപ്പൊ അസൂയയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാ? ദൈവമക്കൾ പറഞ്ഞേ. അപ്പൊ അസൂയ ഇല്ലാത്തവരെല്ലാം കൂടെ ഒരു സ്തോത്രം പറയാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കാണും? ഞാൻ അതിന് ശ്രമിക്കുന്നില്ല, പാപം ചെയ്യിക്കുന്നുമില്ല. ഇന്ന് രാത്രി ആ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, എനിക്ക് മറ്റുള്ളവരുടെ നന്മ കാണുന്നതിൽ സന്തോഷമുള്ള ഒരു ഹൃദയമുണ്ട്, മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ അവൻ സന്തോഷമുള്ള ഒരു ഹൃദയമുണ്ടെന്ന് ആത്മാവിൽ ആ ദർശനമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ചിലരാണെങ്കിൽ സഭായോഗത്തിന് നമ്മുടെ ഒരു വിശ്വാസി ഒരു പുതിയ വാഹനമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാൽ സഭായോഗം കഴിയുമ്പോഴേ സൈഡിൽ കൂടെ അങ്ങ് പോകും.
കണ്ടില്ലാത്ത മട്ടിൽ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഥാർത്ഥമായ അസൂയ ഇല്ലാത്തവരാണെങ്കിൽ ആ സഹോദരൻ ഇറങ്ങി വരുമ്പോൾ കർത്താവ് അനുഗ്രഹിച്ചല്ലോ, നമ്മുടെ സഭയ്ക്ക് ഒരു വാഹനം കൂടെ ലഭിച്ചല്ലോ എന്ന് ഹൃദയംഗമായി പറയും. അതൊരു ആത്മീയ പക്വതയുടെ ലക്ഷണമാണ് ദൈവമക്കളെ. അവൻ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ ഹൃദയപൂർവ്വം ഒരു സന്തോഷം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആത്മീയ പക്വതയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. കൂട്ടു സഹോദരിക്ക് കൂട്ടു സഹോദരന് ഒരു നല്ല വീട് വെക്കുമ്പോൾ, നല്ല വാഹനം വാങ്ങിക്കുമ്പോൾ, ദൈവം അവരെ ശുശ്രൂഷയിൽ ഉയർത്തുമ്പോൾ ഹൃദയംഗമായി അവന് കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് ആത്മാവിൽ അവരോടൊപ്പം സന്തോഷിക്കുവാനായി കൃപ ലഭിച്ച ആത്മീക പക്വതയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മൾ പലപ്പോഴും പറയും, നമുക്ക് അത്രേ പറയാൻ പറ്റൂ, അതുകൊണ്ടാണ് നമ്മൾ പറയും ഇത് നേരായ നിലയിലുള്ള വരുമാനമൊന്നും അല്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെയൊന്നും നന്മ അനുഭവിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെയാണ് നമ്മുടെ നിഗമനങ്ങൾ. ഞാൻ ദൈവമക്കളോട് വ്യക്തമാക്കാം, വഴി ഏതാണെന്നും അത് നേരെയുള്ളതാണെന്നും അത് ചൊവ്വുള്ളതാണോ മോശമായതാണോ എന്നുള്ള സ്തോത്രം അത് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കാനും ഉയരത്തിൽ മയങ്ങാത്ത ഒരുവൻ ഇരിപ്പുണ്ട്. ആ ദൗത്യം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, മറ്റുള്ളവരെ വിധിക്കാൻ ദൈവം നിന്നെ വരവേൽപ്പിച്ചിട്ടില്ല. ഒരുവന്റെ ദാസൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും യജമാനൻ അറിയുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി മറ്റുള്ളവരെ വിമർശിക്കാനല്ല നിന്നെ വിളിച്ചത്, പിന്നെയോ അവരുടെ നല്ല ഗുണങ്ങളെ കണ്ട് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ആത്മീക കാഴ്ചപ്പാടും വിവേകമുള്ള ഒരു ഭരിക്കാനുള്ള ഹൃദയവും ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ദാവീദ് വൻകാര്യങ്ങൾ ചെയ്തത് കേട്ടപ്പോൾ ശൗലിന്റെ ഉള്ളിൽ അസൂയ ജനിക്കുകയും തന്മൂലം ഇവനിൽ ദുരാത്മാവ് കടക്കുവാൻ ഇടയാകുകയും ചെയ്തു. തിരുവചനം പറയുന്നു, ശൗലിനെ അഭിഷേകം ചെയ്ത നിമിത്തം സ്വർഗത്തിലെ ദൈവം മനസ്താപപ്പെടുന്നതായിട്ട്. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ ജീവിപ്പാൻ ദൈവമക്കളെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. എന്നാൽ ക്ഷമിക്കപ്പെടാത്ത പാപമാണ് ദാവീദ് ചെയ്തത്. എന്നിട്ടും അവൻ ദൈവസന്നിധിയിൽ സമ്മതനായി. നാഥാൻ പ്രവാചകനെ ദൈവാത്മാവ് നിയോഗിച്ച് ദാവീദിന്റെ അടുത്തേക്ക് വിട്ടപ്പോൾ ദാവീദ് ചെയ്ത പാപത്തെ കുറിച്ച് നാഥാനിൽ കൂടി ദൈവാത്മാവിനോട് സംസാരിച്ച ഒരു ദൃഷ്ടാന്തത്തിൽ കൂടി, അത് നിങ്ങൾക്കറിയാം. ആ ദൃഷ്ടാന്തം എന്താണ്? വ്യക്തമായൊരു ചിത്രം നാഥാൻ പ്രവാചകൻ ദാവീദിനെ കുറിച്ച് വരച്ചു കാണിച്ചപ്പോൾ ദാവീദ് കോപം കൊണ്ടവനായി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആ പാപം ചെയ്തവൻ, ആ തെറ്റ് ചെയ്തവൻ ആരായാലും അവൻ മരണശിക്ഷ യോഗ്യനാണെന്ന് പറഞ്ഞ് അവൻ കുറ്റം വിധിച്ചപ്പോൾ പ്രവാചകനായ നാഥാൻ ആത്മാവിൽ നിറഞ്ഞ് അവൻ അധികാരത്തിലിരിക്കുന്ന ദാവീദിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ്. അധികാരത്തിന്റെ സ്ഥാനവും തന്റെ പദവിയും ഉപയോഗിച്ച് ഉറയിൽ നിന്ന് വാളൂരി ഒറ്റ വെട്ടിന് നാഥാനെ കൊല്ലാനുള്ള അധികാരം ദാവീദിനുണ്ട്. പക്ഷേ തന്റെ ഉറയിൽ നിന്ന് വാളൂരിയിട്ട് ദാവീദിനെ വെട്ടിക്കൊല്ലുവാനുള്ള ശ്രമം ഏറിയ വാളിന് മുമ്പിൽ ദാവീദ് സാഷ്ടാംഗം വീട് കൊടുക്കുക. ദൈവത്തിന്റെ പൈതലെ, തെറ്റുകളെ കുറിച്ച് ബോധം വരുത്തുമ്പോൾ ഉപശാന്തി പറഞ്ഞു നിൽക്കാതെ ദൈവാത്മാവിന് ഒന്നും മറവല്ലെന്ന് മനസ്സിലാക്കിയിട്ട് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടിയ വിഷയത്തിന്റെ മേൽ നെടുമ്പാട് വീണ് അയ്യോ ഞാൻ തെറ്റിപ്പോയെന്നുള്ള നിലവിളിയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ ആരാഗ്രഹിക്കുന്നുവോ അവരെ ചേർത്ത് പണിയുന്ന സ്നേഹനിധിയായ ഒരു പിതാവുണ്ടെന്ന് മറന്നു പോകരുത്. പന്നിക്കൂട്ടങ്ങളുടെ നടുവിൽ ജീവിതം കഴിച്ചു കൂട്ടിയ വാളവരെ പോലും കഴിക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രവുമായി മടങ്ങി വരാൻ ആഗ്രഹിച്ച മകനെ ചേർത്ത് പിടിച്ച ഒരപ്പന്റെ വാത്സല്യ സ്നേഹമാണിത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, രക്താംബരം പോലെ ചുവപ്പായ നിന്റെ കൊടിയ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ രഹസ്യ പാപങ്ങൾ ദൈവത്തോട് നീ ഏറ്റുപറ. നിന്റെ ജീവിതത്തിന്റെ പോരായ്മ ദൈവത്തോട് നീ ഏറ്റുപറ. നിന്നെ ഹിമം പോലെ വെളുപ്പിച്ച് നിർമ്മലനാക്കി ശുദ്ധീകരിച്ച് ജയാളിയാക്കി മഹിമാസനതയിൽ കളങ്കമില്ലാത്തവനായി നിർത്താൻ ദൈവത്തിന് കഴിയും. ഓർക്കുക, 51-ാം സങ്കീർത്തനം അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്. അവിടെ പറയുന്നു, എന്നെ നന്നായി കഴുകണം. സാധാരണ കഴുകലുകൊണ്ട്
മാഞ്ഞു പോകുന്ന ഒരു കുറ്റമല്ല ഞാൻ ചെയ്തത്, ക്ഷമിക്കപ്പെടാത്ത ഒരു പാപമാണ് ഞാൻ ചെയ്തത്. അത് ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധി നിലവിളിച്ചപ്പോൾ സ്വർഗം അവനെ നീതീകരിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിന്റെ പകലിലെ തെറ്റുപറ്റിയെങ്കിലും ഇന്ന് രാത്രി ക്രമീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിന്നെ സമ്മതനാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഓർക്കുക, ശൗൽ സമ്മതനാകാതെ പോയപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ സമ്മതനായി. ഇനി 3000 സദൃശ്യവാക്യങ്ങൾ പറയുകയും 1005 ഗാനങ്ങൾ എഴുതുകയും ഭൂമിയിലെ യഹോവയായ ദൈവത്തിന്റെ കൈപ്പണിയായി ആലയം നിർമ്മിക്കുകയും ചെയ്തതായ ശലോമോൻ ദൈവസന്നിധിയിൽ സമ്മതനായില്ല. നമുക്കറിയാം, യെരൂശലേം ദൈവാലയം പണിതിട്ട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തേജസ് ഇറങ്ങി വന്ന് ആലയം പുക കൊണ്ട് നിറച്ച് ആ പ്രത്യേക ശുശ്രൂഷ ചെയ്യാനായി ദൈവം ഉപയോഗിച്ചതായ ആ ശലോമോൻ പിന്നത്തേതിൽ ദൈവസന്നിധിയിൽ സമ്മതനായില്ല. എന്താണ് അവൻ സമ്മതനാകാതെ പോയതെന്ന് തിരുവചനത്തെ വ്യക്തമായി നാം കാണുന്നു. സ്വർഗത്തിലെ ദൈവം വ്യക്തമായി അവരോട് പറഞ്ഞു, അന്യജാതിക്കാരി സ്ത്രീകളെ എന്ത് ചെയ്യരുത്, വിവാഹം കഴിക്കരുത്. എന്നാൽ സാഹചര്യത്തിന്റെ മുമ്പിൽ പ്രമാണത്തെ മറന്നിട്ട് സ്വന്തം ഇഷ്ടത്തിന് കാൽച്ചുവട് വെച്ച് അന്യജാതിക്കാരി സ്ത്രീകളെ വിവാഹം കഴിച്ചു. അന്യജാതിക്കാരി സ്ത്രീകളെ വിവാഹം കഴിച്ചതിനേക്കാൾ വലിയൊരു വിപത്ത് അതിന്റെ പിന്നിൽ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവരെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ തന്നെയല്ല വന്നത്, അവരുടെ ഗ്രഹബിംബങ്ങളുമായി വന്നു. സ്വർഗത്തിലെ ദൈവത്തിന് ആലയം പണിത് പ്രാർത്ഥിച്ച് തേജസ്സിറക്കിയ ശലോമോൻ ജാതീയ വിഗ്രഹങ്ങൾക്ക്, അവന്റെ ഭാര്യമാർ കൊണ്ടുവന്ന ഗ്രഹബിംബങ്ങൾക്ക്, അന്യ ദൈവങ്ങൾക്ക് ബലിപീഠം പണിയേണ്ട ഗതികേടും അവനുണ്ടായി. യഹോവയ്ക്ക് ആലയം പണിത കൈകൊണ്ട് പൂജാഗിരിക്ക് ഇരിപ്പിടം ഉണ്ടാക്കേണ്ട ഗതികേട് ശലോമോന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ പള്ളി പണിതത് കൊണ്ടോ, പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ, ചർച്ച പണിയാൻ കാശ് കൊടുത്തത് കൊണ്ടോ, സഭയുടെ മുൻപന്തിയിൽ വന്ന് നിന്നത് കൊണ്ടോ സ്വർഗത്തിൽ പോകാമെന്ന് വ്യാമോഹിക്കരുത്. അവൻ ദൈവത്തിന്റെ പ്രമാണത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. മാനുഷികമായി എന്തെല്ലാം കർത്താവിന്റെ നാമത്തിൽ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം 100 മടങ്ങ് പ്രതിഫലം കർത്താവ് ഇവിടെ തരും. പക്ഷെ അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോകാൻ ഒരു വഴിയേ ഉള്ളൂ, ആത്മാവിലെ സത്യത്തിലെ ദൈവത്തെ ആരാധിച്ച് വിശുദ്ധി വേർപാട് സൂക്ഷിച്ച് കർത്താവിന് വേണ്ടി ജയജീവിതം ചെയ്ത് ആത്മാക്കളെ നേടി വിശുദ്ധ ജീവിതം ചെയ്യാൻ ദൈവമക്കൾ തയ്യാറാകുമെങ്കിൽ അങ്ങനെയുള്ളവരെ ചേർക്കാൻ ആ കർത്താവ് വേഗം വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ശലോമോൻ ദൈവത്തിന് സമ്മതനായില്ല. പഴയ നിയമ ഭക്തന്മാരുടെ ചിത്രം എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് വരച്ചു കാണിക്കുന്ന കൂട്ടത്തിൽ ഇത്രയും ശ്രേഷ്ഠകരമായ കാര്യങ്ങൾക്ക് ചുമൽ കൊടുത്ത ശലോമോന്റെ പേരവിടെ ഇല്ല. വളരെ ഗൗരവപൂർവ്വം ദൈവമക്കൾ ഓർക്കണം. ഭൗതികമായി എന്തെല്ലാം കാര്യങ്ങളുടെ ക്രമീകരണത്തിന് നീ ചുമൽ കൊടുത്താലും അതൊന്നും കർത്താവിന്റെ സന്നിധിയിൽ വില പോകില്ല. അതല്ല ദൈവത്തിന് സ്തോത്രം. അങ്ങനെയായിരുന്നെങ്കിൽ ശലോമോൻ നിശ്ചയമായും ആ ലിസ്റ്റിൽ കാണുമായിരുന്നു. എന്നാൽ ആ പേര് അവിടെ വരാതിരുന്നു. എന്നാൽ നിങ്ങൾ സൂക്ഷ്മമായി പഠിച്ചാൽ പഴയ നിയമ ഭക്തന്മാരുടെ ചിത്രം അവിടെ വരച്ചിടുമ്പോൾ ഒരിക്കലും കടന്നു വരാൻ അർഹതയില്ലാത്ത ഒരു പേര് അവിടെ വന്നിട്ടുണ്ട്, ഇബ്താൽ. 3000 സദൃശ്യവാക്യങ്ങൾ പറയുകയും 1005 ഗാനങ്ങൾ എഴുതുകയും ദൈവത്തിന് ആലയം പണിയുകയും ഒക്കെ ചെയ്ത ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ വിശ്വാസമറ്റ വീരന്മാരുടെ പട്ടികയിൽ ഇടം കിട്ടാതെ പോയപ്പോൾ ആമേൻ വേശ്യാപുത്രനായി ജനിച്ച സമൂഹം തള്ളിക്കളഞ്ഞ രക്തബന്ധങ്ങൾ മാറ്റി നിർത്തിയതായ ഇബ്താഗ് വിശ്വാസവീരന്മാരുടെ പട്ടികയിലായി. അല്ലെങ്കിൽ അല്പം കൂടി കടന്നു പറഞ്ഞാൽ ശലോമോൻ സമ്മതനാകാതെ പോയപ്പോൾ ഇബ്താഗ് ദൈവസന്നിധിയിൽ സമ്മതനായി. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ഗിലെയാദ്യനായ ഇബ്താഗ് പരാക്രമശാലിയെങ്കിലും അവൻ വേശ്യാപുത്രനായി. എനിക്ക് ആ വാക്യം ഒത്തിരി ഇഷ്ടമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാൻ, ഇവന്റെ ന്യൂനത പറഞ്ഞത് വേശ്യാപുത്രനാണെന്നുള്ള കാര്യം പറഞ്ഞത് അവസാനം. ആദ്യം പറഞ്ഞത് അവന്റെ യോഗ്യതയാണ്. നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തിയാൽ ആദ്യം പറയുന്നത് എന്തായിരിക്കും? പോരായ്മയായിരിക്കും. രണ്ടാമതേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? യോഗ്യത പറയത്തുള്ളൂ.
പരിശുദ്ധാത്മാവ് ഒരാളെ പരിചയപ്പെടുത്തിയാൽ ആദ്യം യോഗ്യത പറയും, പിന്നെ പോരായ്മ പറയും. അതാ നാമും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ദൈവാത്മാവിനെ കുറിച്ച് പറയുന്നു, ഇവൻ പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. വേശ്യാപുത്രനായി ജനിക്കാനുള്ള കാരണം ഇവനല്ല, ഇവന്റെ മാതാപിതാക്കളാണ്. ആ കുറ്റം ദൈവം അവന്റെ മേൽ കണക്കിട്ടില്ല. പക്ഷേ അവനൊരു യോഗ്യത ഇവിടെ പറയുന്നുണ്ട്, അവൻ പരാക്രമശാലിയാണ്. ദൈവത്തിന്റെ പൈതലെ, പേരിന്റെ അപ്പുറത്ത് ഒത്തിരി ന്യൂനത ഉണ്ടായാലും, പേഴ്സണാലിറ്റി ഇല്ലെങ്കിലും, കുലമഹിമയില്ലെങ്കിലും, ദൈവത്തെ ആരാധിക്കാൻ നിന്റെ അകത്തൊരു പരാക്രമമുണ്ടോ, അതാ ദൈവം നീതിയായി കണക്കെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സെമിനാരി പഠിച്ചില്ലെങ്കിലും, ആമേൻ, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലെങ്കിലും, WMA PhD ഇല്ലെങ്കിലും, ആമേൻ, ശ്രേഷ്ഠമായ കസേര ലോകം നിനക്ക് നൽകിയില്ലെങ്കിലും, ഇന്ന് രാത്രി ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ ആത്മാവിൽ ആരാധിക്കുവാൻ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു മെമ്പർ ഉണ്ടെങ്കിൽ അത് നിനക്ക് യോഗ്യതയായി കണക്കെടുത്ത ഒരു ദൈവമുണ്ട്. നമ്മുടെയൊക്കെ യോഗ്യത അത് മാത്രമാണ് ദൈവമക്കളെ. സ്തോത്രം. അയോഗ്യരായി ലോകം മാറ്റി നിർത്തിയ നമ്മെ കൃപയാൽ തെരഞ്ഞെടുത്ത സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ഇവിടെ യോഗ്യതയുള്ള പലരെ അവഗണിച്ചിട്ടാണല്ലോ നമ്മുടെ മേൽ കൃപയുടെ പുതപ്പ് ദൈവം ഇട്ടത്. അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. കൂട്ടി വായിക്കാൻ അറിയാത്ത, യോഗ്യതയില്ലാത്ത, പേരിന്റെ അപ്പുറത്ത് ഒരു ശ്രേഷ്ഠതയും പറയാനില്ലാത്ത, ഒരു യോഗ്യതയും പറയാനില്ലാതിരുന്ന നമ്മെ യോഗ്യരാക്കി തീർത്ത ദൈവസ്നേഹത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. ആമേൻ. നാം പ്രശംസിപ്പാൻ കർത്താവിന്റെ കൃപ മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ലല്ലോ നാം ആരും രക്ഷിക്കപ്പെട്ടത്, കൃപയാൽ മാത്രമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ ഇബ്താഖിന്റെ പിതാവിന് നേരത്തെ ഉണ്ടായ മക്കൾ അല്ലെങ്കിൽ അവന്റെ സഹോദരന്മാരെന്ന് അവിടെ പറയുന്നുണ്ട്. ഇവൻ ഓഹരി കൊടുക്കണമെന്നുള്ള ഒറ്റ കാരണത്താൽ ഇവനെ വെറുങ്കയോടെ പറഞ്ഞു വിട്ടു. ഇവൻ തോപ്ദേശത്തി എന്ന് പാർത്തെന്ന തിരുവചനം പറയുന്നത്. അവിടെ ചെന്ന് നിസാരന്മാരായ ചിലരുമായി കൂട്ടുകൂടി. കാരണം ആമേൻ, സമൂഹത്തിൽ മാന്യതയുള്ളവരാരും ഇവനെ അടുപ്പിച്ചില്ല എന്ന് വ്യക്തം. നിസാരന്മാരായി കൂട്ടുകൂടിയപ്പോഴും അല്ലെങ്കിൽ ലോകം അറിയപ്പെടാത്തവരുമായി കൂട്ടുകൂടിയപ്പോഴും അവന്റെ കൈമുതലായി അവൻ പ്രാപിച്ചിരുന്ന അഭിഷേകം അവൻ കളഞ്ഞു വിളിച്ചില്ല. ദൈവത്തിന്റെ പൈതലെ, സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും, എല്ലാ കണ്ണുകളും മറഞ്ഞിരുന്നാലും, പാപം ചെയ്യാനുള്ള അവസരങ്ങൾ നിനക്ക് ലഭ്യമായാലും, ഇന്ന് രാത്രി നീ പറഞ്ഞോണം, ഇസ്രായേലിന്റെ പരിപാലകന്റെ കണ്ണ് മയങ്ങാതെ എന്റെ പേരുള്ളത് കൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പ്രാപിച്ച അഭിഷേകത്തിന് വേണ്ടി ഒരു ദൈവവൈദ്യന് നിവരെ നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ പ്രാപിച്ച അഭിഷേകത്തെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർവശക്തനുണ്ട്. ഇവിടെ അമോന്യർ യുദ്ധത്തിന് വന്നപ്പോൾ ഇബ്താഖിന്റെ സഹോദരന്മാർ ഒരു കാര്യം ബോധ്യമായി. എന്നാ അവർ പറഞ്ഞേ? ഇബ്താഖ് വന്നെങ്കിൽ മാത്രമേ യുദ്ധം ജയിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ഓർപ്പിച്ചത്, ആരെല്ലാം വെറുങ്കയോടെ പറഞ്ഞു വിട്ടാലും അഭിഷേകമുള്ളവൻ തിരിച്ചു വരും, ആത്മപൂർണ്ണൻ തിരിച്ചു വരും. ലോകം മുഴുവൻ നിന്റെ മീതെ മണ്ണ് ഇടിച്ചിട്ടാലും, ആരെല്ലാം നിന്നെ ശ്വാസം മുട്ടിച്ച് തകർക്കാമെന്ന് വിചാരിച്ചാലും, അപവാദത്തിന്റെ പാണ്ഡം നിന്റെ മേൽ അഴിച്ചിട്ടാലും, ലോകത്തിന്റെ നിന്ന വാക്കുകൾ പറഞ്ഞ് നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും, ആത്മാവുള്ള ദൈവവൈതൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, അഭിഷേകം എന്റെ അകത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന്. ഇന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. ആ ഉറപ്പുള്ള ദൈവമക്കൾക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ധൈര്യത്തോടെ വിളിച്ചു പറയാം, എനിക്കൊരു മടങ്ങി വരവുണ്ട്. ഇവിടെ അവൻ യുദ്ധത്തിന് പോകുമ്പോൾ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു. ഞാൻ യുദ്ധം ജയിച്ചു വരുമ്പോൾ എന്നെ എതിരേറ്റ് വരുന്നത് എന്തായാലും ഞാനത് ദൈവത്തിന് യാഗം കഴിക്കും. ഇവൻ യുദ്ധം ജയിച്ചു വന്നപ്പോൾ അവനെ എതിരേറ്റ് വന്നത് ആരാ? മകളെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഏകജാതയായ മകൾ ഒന്നേ ഉള്ളൂ, മറ്റൊന്നുകൂടിയില്ല. യുദ്ധവും ജയിച്ചു, ഇനിയിപ്പം വാക്ക് പാലിക്കണോ? ദൈവത്തിന് സ്തോത്രം. പക്ഷെ യുദ്ധം ജയിച്ചിട്ടും ഇബ്താഖ് വാക്ക് പാലിക്കാൻ തയ്യാറായി. മറ്റൊരു സൊല്യൂഷൻ തന്റെ മുമ്പിലില്ല, മറ്റൊരു കുഞ്ഞ് തനിക്കില്ല, മറ്റൊരു ആശ്വാസം ലോകപ്രകാരം ആശ്വസിക്കാനില്ല. പക്ഷേ അവൻ അതിനെ കൊടുക്കുവാൻ തയ്യാറായി. കുഞ്ഞിനോട് ഈ വാർത്ത പറഞ്ഞപ്പോൾ അവൾ തിരിച്ചൊരു കാര്യം പറഞ്ഞു, കന്യകമാരുമായി സല്ലപിക്കുവാൻ ചില മാസങ്ങൾ പർവ്വതത്തിൽ പോയി ആനന്ദിപ്പാൻ എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ അപ്പനായ ഇബ്താഖ് അതിനെ അനുവദിച്ചു. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ നിറകണ്ണുകളോടെയാ വായിച്ചത്. ഇന്നത്തെ തലമുറയാണെങ്കിൽ ആ പോയ പോക്കിൽ പിന്നെ വരുമോ? ഒരിക്കലും വരില്ല. കാരണം വന്നാൽ ഈ യാഗപീഠത്തിൽ എന്തായി തീരും? യാഗമായി തീരും. ആ വസ്തുത വ്യക്തമായി അറിഞ്ഞിട്ടും അവൾ ഒരു കാര്യം തീരുമാനിച്ചു, എന്റെ അപ്പന്റെ പേരിന്റെയും ആമേൻ പിന്നിൽ
ആമേൻ വേശ്യാപുത്രന്റെ ഒരു ന്യൂനത മറഞ്ഞിരിപ്പുണ്ട്. ആരും ആമേൻ അംഗീകരിക്കാതെ, ആരും സ്നേഹിക്കാതെ അവഗണിക്കപ്പെട്ട ഒരു മണ്ഡലം എന്റെ അപ്പന്റെ ജീവിതത്തിലുണ്ട്. എന്റെ അപ്പന്റെ പേര് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വരണമെങ്കിൽ ഞാൻ എന്റെ കഴുത്ത് കാണിച്ചു കൊടുത്തേ മതിയാകും. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. വളർത്തുകയാണെങ്കിൽ, തലമുറയെ വളർത്തുകയാണെങ്കിൽ ഇബ്താഗ് വളർത്തിയ പോലെ വളർത്തണം. അനുസരണവും ദൈവഭയവും ആമേൻ ആ മാതാപിതാക്കളെ അനുസരിക്കുന്ന തലമുറയ്ക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൾ മടങ്ങി വന്നു, യാഗപീഠത്തിൽ യാഗവസ്തുവായി തീർന്നു. ഇബ്താഗിനെ ദൈവം ആദരിച്ചു. അങ്ങനെ യോഗ്യതയില്ലാതിരുന്ന, സമ്മതനാകാൻ അയോഗ്യനായിരുന്ന ഇബ്താഗിനെ ദൈവം യോഗ്യനാക്കി തീർത്തു. ശലോമോൻ സമ്മതനാകാതെ പോയപ്പോൾ ഇബ്താഗ് ദൈവസന്നിധിയിൽ സമ്മതനായി. 5 മിനിറ്റോടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് കയറി വന്ന കുറേവാൻ നിർബന്ധിച്ചു. നമുക്ക് 4 സുവിശേഷങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലോ. ഇതിൽ കാലഘട്ടം വെച്ച് പഠിച്ചാൽ ആദ്യ സുവിശേഷം എഴുതിയത് മർക്കോസാണ്. പിന്നെ മത്തായി സുവിശേഷം ആദ്യമായി തിരുവചനത്തിൽ ചേർത്തിരിക്കുന്നത് വംശാവലി അതിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ AD 52-നും 55-നും ഇടയിലാണ് മർക്കോസ് സുവിശേഷം എഴുതുന്നത് അനുമാനിക്കപ്പെടുന്നു. ഈ കാലമായപ്പോൾ ക്രൂശീകരണം കഴിഞ്ഞിട്ട് കുറേയധികം വർഷങ്ങൾ കടന്നുപോയി. അപ്പൊ ക്രൂശീകരണ സമയത്ത് നടന്ന ഒരു കാര്യം, അല്ലെങ്കിൽ യേശുവിന്റെ ക്രൂശ് കുറേനക്കാരനായ ശീമോൻ ചുമന്ന കാര്യം പറയാനായിട്ട്, ആ ശീമോനെ പരിചയപ്പെടുത്താനായിട്ട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ മക്കളെയാണ് ഇവിടെ മർക്കോസ് ഉപയോഗിച്ചേക്കുന്നത്. അവിടെ വായിച്ചത് അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് കയറി വന്ന കുറേനക്കാരനായ ശിമോനെ അവർ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. അപ്പോൾ ക്രൂശീകരണം കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്രൂശ് ചുമന്നവനെ പരിചയപ്പെടുത്തുവാൻ ക്രൂശ് ചുമന്നവന്റെ മക്കളെ ഉപയോഗിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ചില വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ക്രൂശ് ചുമന്നവന്റെ മക്കൾ കർത്താവിൽ പ്രസിദ്ധരായി തീർന്നു. അവരറിയപ്പെടുന്നവരായിട്ട് അവരുടെ പേര് പറഞ്ഞ് അപ്പനെ പരിചയപ്പെടുത്തി. ക്രൂശ് ചുമക്കാൻ അപ്പൻ സമ്മതനായതുകൊണ്ട് മക്കൾ കർത്താവിൽ പ്രസിദ്ധരായി. ഇന്ന് രാത്രി കർത്താവിന്റെ ശബ്ദം കേട്ട് അങ്ങേ കർത്താവിന്റെ വേലയ്ക്കായി ചുമൽ കൊടുത്ത ദൈവത്തിന്റെ പൈതലേ, ആരംഭ കാലഘട്ടങ്ങളിൽ പട്ടിണിയും ദാരിദ്ര്യവും ഞെരുക്കവും നിന്നയൊക്കെ അനുഭവിച്ചെങ്കിലും പിൽക്കാലത്ത് നിന്റെ തലമുറ ഓർത്ത ഒരു ദൈവമില്ലേ? മാനിച്ച ഒരു ദൈവമില്ലേ? അവിടെ വായിക്കുന്നത് വയലിൽ നിന്ന് കയറി വന്ന കുറേനക്കാരനായ ശിമോൻ, സമൂഹത്തിൽ മാന്യതയില്ലാത്ത വ്യക്തി, താഴവർഗത്തിൽപ്പെട്ടവൻ. യഹൂദൻ ഒരിക്കലും ക്രൂശ് അവൻ ചുമക്കാൻ കഴിയത്തില്ല, അത് വെറുക്കപ്പെട്ട സാധനമാണ്. കർത്താവിന്റെ ചുമലിൽ ഇത് മാറ്റണമെന്നുള്ള ആഗ്രഹവും അവർക്കുണ്ട്. കാരണം കൊലമരത്തിന്റെ കാൽവറിയിൽ കൊണ്ടുപോയി കർത്താവിനെ ക്രൂശിക്കണമെങ്കിൽ അവിടെ വരെ ഈ ക്രൂശ് മരവുമായിട്ട് കർത്താവ് പോയാൽ അതിനു മുമ്പ് മരിച്ചു പോകുമെന്നുള്ള ചിന്ത കൊണ്ട് ഈ ക്രൂശ് അവർ നിർബന്ധിച്ച് കുറേനക്കാരനായ ശീമോന്റെ തോളിൽ വെച്ചു കൊടുത്തു. നിർബന്ധപൂർവമാണെങ്കിലും അവൻ ആ ക്രൂശ് ചുമന്ന് കൊലമരത്തിന്റെ ചുവട്ടിലെത്തി. കൂടെ മരിക്കാമെന്ന് പറഞ്ഞ പത്രോസ് ഓടി അകന്നപ്പോൾ, മാർവിലെ ചൂടറിഞ്ഞ യോഹന്നാൻ അകന്നു പോയപ്പോൾ, യാക്കോബും ശിഷ്യന്മാരും ചിതറിയോടിയപ്പോൾ ആ കൊലമരത്തിന്റെ ചുവട്ടിൽ മൂകസാക്ഷിയായി നിന്ന ഒരുവരേ ഉള്ളൂ. അവനാണ് കുറേനക്കാരനായ ശിമോൻ. ദൈവത്തിന്റെ പൈതലേ, നിന്ന സഹിക്കുവാൻ, ത്യാഗം സഹിക്കുവാൻ, ക്രൂശ് ചുമക്കുവാൻ നീ സമ്മതനാണെങ്കിൽ നിന്റെ മക്കളെ പ്രസിദ്ധരാക്കുന്ന ഒരു ദൈവമുണ്ട്. റോമാലേഖനം നാം വായിച്ച വാക്യം 16:10. എന്നാൽ 13-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ്. രൂഫോസ് ഇപ്പോൾ ആരായി? കർത്താവിൽ പ്രസിദ്ധനായി. അലക്സാണ്ടർ അന്ത്യോക്യയിലെ ബിഷപ്പായെന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ശ്രേഷ്ഠകരമായ ഉന്നതമായ ശുശ്രൂഷയ്ക്കായി തന്റെ മക്കളെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഉറപ്പായി എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ: നീ പരമാർത്ഥ ഹൃദയത്തോടെ ക്രൂശ് ചുമക്കാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, ഈ നിന്ന വഹിക്കാൻ കാൽവരുടെ ചുവട്ടിൽ നിന്നു കൊടുത്തെങ്കിൽ നിന്റെ തലമുറ അനാഥരായി പോകത്തില്ല. യൗവനക്കാരെ, സ്നേഹിതരെ, പിതാക്കന്മാരെ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: യേശുവിന് സമ്മതനായി തീരുക. കർത്താവിന് സമ്മതരായി തീർന്നാൽ
മാനുഷികമായ സമ്മതപത്രങ്ങൾക്ക് പ്രസക്തിയില്ല. അവിടെ യേശുവിന്റെ സമ്മതനായി തീർന്നാൽ നിന്റെ ജീവിതം ധന്യമായി തീരുമെന്ന് രാത്രി നീ മറന്നു പോകരുത്. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ റോമാലേഖനം 16-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൽ സമ്മതനായ അപ്പല്ലേസിന് വന്ദനം ചൊല്ലുവിൻ. അപ്പല്ലേസ് എന്ന വാക്കിന്റെ അർത്ഥം വേർപെട്ടവനെന്ന. ലോകത്തോടും പാപത്തോടും അശുദ്ധിയോടും ദുർഭോഗത്തോടും അതിരാഗത്തോടും വേർപാട് സൂക്ഷിച്ച് ജയകരമായ ക്രിസ്ത്യ ജീവൻ നയിക്കുന്ന ഒരു ദൈവപൈതലിന് മാത്രമേ കർത്താവിന് സമ്മതരായി തീരാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുകയും ജയജീവിതം ചെയ്യാൻ ആഗ്രഹിക്കുകയും കർത്താവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവജനത്തിന് കൂട്ടമാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഹൃദയപൂർവ്വം നമുക്ക് പറയാം, എന്റെ സിസ്റ്റായിസ് കർത്താവിന് സമ്മതയായി തീരുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വയല് വിത്തിനെ കളയെ ഒരുപോലെ സമ്മതിക്കുമ്പോൾ കളപ്പുര ഒരിക്കലും അവൻ കളയെ സമ്മതിക്കില്ല. ധാന്യപ്പുര ഒരിക്കലും, അല്ലെങ്കിൽ മണവാളന്റെ മണിയറ ഒരിക്കലും കളയെ സമ്മതിക്കില്ല. 12 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. 11 പേർ സമ്മതരായി. ഒരുവൻ സമ്മതരാകാതെ തകർന്നു പോയി. ഒരു ശൗൽ സമ്മതനാകാതെ പോയപ്പോൾ ഒരു ദാവീദിനെ ദൈവം സമ്മതനാക്കി. ഒരു ശലോമോൻ സമ്മതനാകാതെ പോയപ്പോൾ ഇബ്താഹിനെ ദൈവം സമ്മതനാക്കി. അപ്പനായ കുറേനക്കാരനായ ശിമോൻ ക്രൂശ് ചുമക്കാൻ സമ്മതനായപ്പോൾ മക്കളെ പ്രസിദ്ധരാക്കി ഒരു ദൈവം. ഇന്ന് രാത്രി കണ്ണുകളെ ദൈവസഭയിൽ അടച്ചാട്ട് ഒരു നിമിഷം, ഒരു മിനിറ്റ് ഹൃദയമേകാഗ്രമാക്കി മനഃപൂർവ്വമായി ദൈവത്തോട് പറയുമോ, എനിക്കൊരു ശിഷ്ടായുസ് തരുന്നു എങ്കിൽ ദേശത്തിന് ദൈവസഭയ്ക്ക് കുടുംബങ്ങൾക്കും ചാർച്ചയിലും പ്രിയപ്പെട്ടവർക്കും മാതൃകാപരമായ ക്രിസ്ത്യ ജീവിതം നയിച്ച് കർത്താവിന് സമ്മതരായി ജീവിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഹൃദയപൂർവ്വം വാഞ്ചിക്കുന്ന ദൈവമക്കൾ തങ്ങൾ ഇരിക്കുന്ന ഇടത്ത് തങ്ങളുടെ വലങ്കലങ്ങളെ ദൈവസഭയിൽ ഉയർത്താം. കർത്താവിനോട് തീരുമാനമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കർത്താവെ, ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ, ഒരു നല്ല അന്ത്യം പ്രാപിപ്പാൻ, സമ്മതനായി തീരുവാൻ, യേശുവിന് സമ്മതനായി തീരുവാൻ, അവന്റെ സനേ വിശ്വസ്തയോടെ നിൽക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, നിന്റെ ജനത്തെ ഞങ്ങളുടെ കയ്യിൽ തരുന്നു. അവിടെ തീരുമാനത്തെ നീ അറിയണമേ. ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ. അതിനായി കർത്താവ് ദിവസങ്ങളിൽ ആ പരിജ്ഞാനമുള്ള ഒരു ഹൃദയം കൊടുത്ത്, വിവേകമുള്ള ഒരു ഹൃദയം കൊടുത്ത് ദൈവസന്നിധിയിൽ സത്യയോടെ ജീവിപ്പാൻ എല്ലാവരെയും ഒരുക്കിക്കാട്ട്, സഭയായി ഒരുക്കിക്കാട്ട് കർത്താവെ. ആ എല്ലാ കുടുംബങ്ങളെയും അതിനായി ഒരുക്കിക്കാട്ട്. അവരുടെ തീരുമാനത്തെ കർത്താവ് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണം. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. രാത്രി തിരുവചനമായി മുമ്പിൽ നിൽക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല സന്ദർഭത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ രാത്രി നാം പിരിഞ്ഞു പോകുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ തീരുമാനത്തോടെ പോകണം. മനുഷ്യർക്ക് വിളങ്ങാനല്ല ദൈവം എന്നെ വിളിച്ചത്, ലോകത്തിന്റെ കൈയടിക്ക് വേണ്ടിയല്ല. സർവശക്തന്റെ നല്ല സാക്ഷ്യപത്രം വാദിച്ച് അവൻ ദൈവസന്നിധിയിൽ സമ്മതരായി നിൽക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവസരമൊരുക്കിയ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തനും കുടുംബത്തിനും കടന്നു വന്ന കർത്താവിന്റെ ദാസന്മാർക്കും ദൈവസഭയ്ക്കും എന്റെ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഓർക്കാം. കർത്താവ് നമ്മെ സഹായിക്കും.